ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2020 മുതൽ സൂപ്പർ പോപ്പുലർ ആയതും ഒരുപാട് പേരുടെ ഫേവറേറ്റുമായ ഒരു ഹെയർ സ്റ്റൈലിനെ പറ്റിയാണ്. ദ മൈറ്റി വുൾഫ് കട്ട്. ഇത് വെറും ഒരു ഹെയർ സ്റ്റൈൽ അല്ല, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ ഓൾറെഡി ഈ ഹെയർ സ്റ്റൈലിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഇനി ഇല്ല എങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഔട്ട്. നിങ്ങൾക്ക് എന്തായാലും ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെടും. എനിക്കറിയാം ഈ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗിലായിരുന്നു. ലോങ് ഹെയറിനെ പറ്റി 2 വീഡിയോ ഇടേണ്ടത് കൊണ്ടും ഞാൻ കുറച്ച് തിരക്കിലും കൂടെ ആയിപ്പോയത് കൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത്. കേട്ടോ, മാമിനോടൊന്നും തോന്നല്ലേ? ബട്ട് ഡോണ്ട് വറി, ഹിയർ വി ഗോ. Oh shit. Here we go again. എന്താണ് വൂൾഫ് കട്ട്? മലറ്റ്, ഷാർട്ട് കട്ട്, മിഡിൽ പാർട്ട് ഹെയർ സ്റ്റൈലിന്റെ കമ്പൈൻഡ് ഹൈബ്രിഡ് ഹെയർ സ്റ്റൈലായി നമുക്ക് വൂൾഫ് കട്ടിനെ കാണാം. ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റേഡ്, ലെയേർഡ്, വൈൽഡ് ആൻഡ് മെസ്സി വൈബ് തരുന്നു. ലോങ് ഹെയർ ആണ് ഈ ഹെയർ സ്റ്റൈലിന് വേണ്ടത്. ലോങ് ഹെയർ എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നതിനെ പറ്റി 2 വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. സോ വെറുതെ മുടി വളർത്തിയിടാതെ ലെയേർഡായി കട്ട് ചെയ്തിടുന്നതാണ് ഈ ഹെയർ സ്റ്റൈലിന്റെ പ്രധാന ഭംഗി. അതുകൊണ്ട് ലെയറിംഗിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഷോർട്ട് ചോപ്പി ലെയേഴ്സ് മുകളിലും ലോങ്ങർ സൈഡ്സുമാണ് ഈ ഹെയർ സ്റ്റൈലിന് ഒരു മെസ്സി ആൻഡ് വൈൽഡർ ലുക്ക് തരുന്നത്. ഇതിലെ ഷോർട്ടർ ലെയേഴ്സ് ഫേസിലെ സോഫ്റ്റർ പാർട്സിനെ ബാലൻസ് ചെയ്യുന്നു. ടോപ്പിലെ ലെയേഴ്സ് എക്സ്ട്രാ ഹൈറ്റും ഷാർപ്പർ ഫീച്ചേഴ്സും ഹൈലൈറ്റ് ചെയ്യുന്നു. ബാക്കിലെ ലോങ്ങർ ഹെയർ ലെയറിംഗ് എഫക്റ്റിലൂടെ ഓവറോൾ ഈ ഹെയർ സ്റ്റൈലിനെ കൂടുതൽ ഭംഗിയാക്കുന്നു. സ്ട്രെയിറ്റ്, വേവി, സ്ലൈറ്റ്ലി കേർലി ഹെയർ ടൈപ്പ് ആയിട്ടുള്ളവർക്ക് ഈ ഹെയർ സ്റ്റൈൽ വളരെ നന്നായിട്ട് ചേരും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആളുകൾ ഇപ്പോഴും വീഡിയോ കണ്ടിട്ട് പോകുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചാനലിന്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. കൂടാതെ നിങ്ങളെപ്പോലെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളിലേക്ക് ഇതെത്തിക്കും. നിങ്ങളെപ്പോലെ വളരെ തങ്കപ്പെട്ട മനസ്സുള്ള ആൾക്കാർ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകില്ല എന്ന് എനിക്കറിയാം. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അതുകൊണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. എങ്കിലേ നിങ്ങൾക്ക് ഓരോ വീഡിയോയും മിസ്സാവാതെ കാണാൻ സാധിക്കൂ. വൂൾഫ് കട്ട് തന്നെ പലതരത്തിലുണ്ട്, അക്കോർഡിംഗ് ടു ദ ലെയേഴ്സ് ആൻഡ് ലെങ്ത്. ഇതിലെ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ആയ ഒന്നാണ് ടെക്സ്റ്റേഡ് വൂൾഫ് കട്ട്. ഷോർട്ട് സൈഡ്സ് ആണ് വരുന്നത്. ഹെയറിന് എക്സ്ട്രാ ഹൈറ്റും വോളിയവും തരാൻ തിക്ക് മെസ്സി ടോപ്പ് വരുന്നു ആൻഡ് ലോങ്ങർ ബാക്ക് ഹെയർ. ദിസ് വൺ ഈസ് ബെസ്റ്റ് ഫോർ വേവി ഹെയർ ടൈപ്പ്. നെക്സ്റ്റ് വൺ ഏഷ്യൻ വൂൾഫ് കട്ട്. സ്ട്രെയിറ്റ് ഹെയർ ടൈപ്പ് ആയിട്ടുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം. ഇതിൽ മിഡിൽ പാർട്ട് പ്ലസ് ബാങ്ക്സ് ആൻഡ് ലോങ്ങർ ബാക്ക് ആണ് വരുന്നത്. കേളി ഹെയർ ടൈപ്പ് ആയിട്ടുള്ളവർക്ക് കേളി വൂൾഫ് കട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഷോർട്ടർ സൈഡ്സ് വിത്ത് ലോങ്ങർ ഹെയർ ഓൺ ടോപ്പ്. ബട്ട് ഇത് നാച്ചുറൽ കെയർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. മെസ്സി വൂൾഫ് കട്ട്. ഹെയർ മിഡിൽ പാർട്ടായി ഇടാൻ പറ്റാത്തവർക്കും മെസ്സി ആൻഡ് ഷാഗി വൈബ് വേണ്ടവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഷോർട്ടർ സൈഡ്സ് ആൻഡ് ഫ്രണ്ട് പ്ലസ് ലോങ്ങർ ബാക്ക്. ലേയേർഡ് വൂൾഫ് കട്ട്. ഇതിലെ ചോപ്പി ലെയേഴ്സ് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ലെങ്ത്തിന്റെ വ്യത്യാസം സ്മൂത്ത് ആയി ബ്ലെൻഡ് ചെയ്ത് കുറച്ചുകൂടെ അമേസിംഗ് ലുക്ക് തരുന്നു. ഓൾമോസ്റ്റ് ഏത് ഫേസ് ഷേപ്പിലും ഈ ഹെയർ സ്റ്റൈൽ ചേരും. ഇനി ഒരു പെർഫെക്റ്റ് വൂൾഫ് കട്ട് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം പറഞ്ഞതുപോലെ ലെയറിംഗ് ആണ് ഈ ഹെയർ സ്റ്റൈലിന്റെ ഹൈലൈറ്റ്. വൂൾഫ് കട്ടിലേക്കുള്ള റിസൾട്ട് എന്ന് പറയുമ്പോൾ ബാക്കിൽ ലോങ് ഹെയർ ആയിരിക്കും, ഏകദേശം ഷോൾഡർ വരെ. ഫ്രണ്ടിലെ ഹെയർ കണ്ണിന് തൊട്ട് താഴെ വരുന്നത് പോലെ, എന്നാൽ ബാക്കിനേക്കാൾ ഷോർട്ട് ആൻഡ് ഫ്രണ്ടിലും ബാക്കിലും ലെങ്ത് ഡിഫറൻസ് കാണാൻ പറ്റുന്നത് പോലെ. ഇനി സൈഡിലെ ഹെയർ ചെവി മറയുന്നത് പോലെ, ഫ്രണ്ടിലെ ഹെയറുമായി ബ്ലെൻഡ് ചെയ്യുന്നത് പോലെ, എന്നാൽ ബാക്കിലെ ലെങ്ത്തുമായി ഡിഫറൻസ് വരാത്ത രീതിക്ക് ലെയർ ചെയ്തിടണം. ഇനി ടോപ്പ് ഏരിയയിൽ, അതായത് ക്രൗണിൽ ഫ്രണ്ടിലെ ഹെയറിനേക്കാൾ അല്പം ലെങ്ത് വേണം. ടോപ്പിൽ വോളിയം ആഡ് ചെയ്ത് നിങ്ങളുടെ ബാക്കിലെ ഹെയറുമായി ബ്ലെൻഡ് ചെയ്ത് വരുന്നത് പോലെ. ആരും കൺഫ്യൂസ്ഡ് ആവേണ്ട, ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. മന്ത് ബൈ മന്ത് പ്രോസസ്. നിങ്ങൾ ബിഗിനിങ് സ്റ്റേജിലാണെങ്കിൽ, അതായത് മീഡിയം ലെങ്ത് ഹെയർ ആണെങ്കിൽ ബാക്കിലെ ഹെയറിന് ലെങ്ത് ആക്കി ഫ്രണ്ടിലും ബാക്കിലും വലിയ വ്യത്യാസം വരാത്തതുപോലെ വളർത്തിയിടാൻ ഫോക്കസ് ചെയ്യുക. വ്യക്തമായി പറഞ്ഞാൽ, ഇന്നു മുതലാണ് നിങ്ങൾ വൂൾഫ് കട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 3-4 ആഴ്ച കണ്ടിന്യൂസ് ആയി വളർത്തുക. ശേഷം നിങ്ങളുടെ ഫസ്റ്റ് ബാർബർ ഷോപ്പ് വിസിറ്റിൽ സൈഡിൽ ഫെയ്ഡ് ഇടാതെ ചെവിയുടെ ഏരിയ നീറ്റായി ട്രിം ചെയ്ത് സൈഡ് ഒതുക്കി ഫ്രണ്ടിലെ ഹെയർ ഒരുപാട് ലെങ്ത് ആവാതെ അറ്റം ട്രിം ചെയ്യുക. ബാക്കിലെ ഹെയർ വളർത്താനാണെന്ന് ബാർബറോട് പറഞ്ഞാൽ അയാൾ വേണ്ട രീതിക്ക് ഹെയർ സെറ്റ് ചെയ്ത് തരും. ഇങ്ങനെ വെട്ടിയിടുന്നതിലൂടെ ഔട്ട് ഓഫ് ഷേപ്പ് ആവാതെ സൈഡ് ബൾക്കി ആവാതെ ഡീസെന്റ് ഷേപ്പിൽ ഹെയർ വളരും. ബാക്കിലെ ഹെയർ വളരുന്ന സമയത്ത് നിങ്ങൾ മിഡിൽ പാർട്ട് പ്രാക്ടീസ് ചെയ്യണം. ഐബ്രോസ് തുടങ്ങുന്ന ഇടത്തു നിന്ന് നേരെയുള്ള ഹെയർ 2 സൈഡിലേക്ക് ചീകി, മിഡിലുള്ള ഹെയർ നേരെ ബാക്കിലേക്ക് ചീകി വെച്ച് മുടി നാച്ചുറലി ഉണക്കിയെടുക്കുന്നതിലൂടെ മിഡിൽ പാർട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. മിഡിൽ പാർട്ട് ഹെയർ സ്റ്റൈലിനെ പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഷുവറായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊന്നും മിസ്സാവാതെ കാണാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു 2-3 മാസം കഴിഞ്ഞ് സെക്കൻഡ് വിസിറ്റ് മതിയാവും. സെക്കൻഡ് വിസിറ്റിൽ നോട്ടീസബിൾ ലെങ്ത് ആയിട്ടുണ്ടാവും. വൂൾഫ് കട്ടിനുള്ള ലെങ്ത് ആയിട്ടില്ലെങ്കിലും ലെയർ ചെയ്യാൻ ലെങ്ത് ആയിട്ടുണ്ടാവും. ഇത്തവണ ഫേസിന്റെ അവിടെയും ക്രൗണിലും ലൈറ്റായി ലെയർ ചെയ്യാൻ പറയുക. കൂടുതൽ ക്ലാരിറ്റിക്ക് മിഡിൽ ലെങ്ത് വൂൾഫ് കട്ടിന്റെ പിക്ചേഴ്സ് കാണിക്കുക. ജസ്റ്റ് പിന്ററസ്റ്റിൽ പോയി മിഡിൽ ലെങ്ത് വൂൾഫ് കട്ട് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് അവിടെ നിന്ന് കിട്ടും. ഈ ടൈമിൽ ഹെയറിന് ഓവർ സ്റ്റൈലിംഗ് ഓർ ഓവർ കെയറിംഗ് കൊടുക്കാതിരിക്കുക. ഹെയർ ഹെൽത്തി ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ സിറംസ് ഓർ ഹെയർ ഓയിൽസ് യൂസ് ചെയ്യാം. തേർഡ് വിസിറ്റ്. ഇപ്പോൾ ഒരു 4 മാസമായി കാണും. ഇപ്പോൾ നിങ്ങളുടെ ഹെയർ ഒരു ഷോൾഡർ ലെങ്ത് ആയിട്ടുണ്ടാവും. പ്രീവിയസ് വിസിറ്റിൽ കട്ട് ചെയ്ത ലെയറിംഗിന്റെ വിഷൻ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനിയാണ് ടെക്സ്ചർ ആഡ് ചെയ്യേണ്ട സമയം. ഇത്തവണ ബാർബറോട് കുറച്ച് ഹെവി ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുക, എസ്പെഷ്യലി ക്രൗൺ ഏരിയയിൽ. ബാക്കിലെ ഹെയറിൽ തൊടുകയേ വേണ്ട എന്ന് പറയുക. ഓൾസോ
ഫ്രണ്ടിലും സൈഡിലും വോളിയം ആൻഡ് മൂവ്മെന്റ് വരുന്ന രീതിക്ക് ലെയർ ചെയ്യാൻ ആവശ്യപ്പെടുക. ഫൈനൽ വിസിറ്റ് ഇപ്പോൾ ഏകദേശം 5, 6, 7 മാസമായിട്ടുണ്ടാവും. ലാസ്റ്റ് വിസിറ്റ് ആകുമ്പോഴേക്കും നിങ്ങളുടെ ഹെയർ വൂൾഫ് കട്ടിന്റെ ഐഡിയൽ ലെങ്ത്തിലായിട്ടുണ്ടാവും. ഇത്തവണ നല്ല നോട്ടീസബിളായി അത്യാവശ്യം കുറച്ചധികം ലെയേഴ്സ് ആഡ് ചെയ്യാൻ ആവശ്യപ്പെടുക. കുറച്ചുകൂടെ നാച്ചുറൽ ലുക്കിംഗ് ടെക്സ്ചറിനായി പോയിന്റ് കട്ടിംഗ് ചെയ്യാൻ പറയുക. പോയിന്റ് കട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഹെയർ ടിപ്പ് സ്ട്രെയിറ്റ് ആയി കട്ട് ചെയ്യുന്നതിന് പകരം ആംഗിളായി പോയിന്റിയായി കട്ട് ചെയ്തിടുന്നതാണ്. ഇങ്ങനെ വെട്ടുന്നതിലൂടെ ഹെയറിന് ടെക്സ്ചറും മൂവ്മെന്റും ഫെദർ എഫക്റ്റും ആഡ് ചെയ്യാൻ സഹായിക്കും. സ്ട്രെയിറ്റ് ആയി വെട്ടുമ്പോഴുള്ള ബൾക്കിനെസ് ഇല്ലാതാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഹെയർ വളരെ ഫ്രീ ആൻഡ് ഫ്ലോയി ആയി കിടക്കുന്നതാണ് വൂൾഫ് കട്ടിന് വേണ്ടത്. ഇത്രയും ചെയ്യുന്നതിലൂടെ കട്ടിംഗ് ഫേസ് കഴിഞ്ഞു. ഇനി വളരുന്നതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയാസിലും നിങ്ങളുടെ ഹെയർ വളരുന്ന രീതിക്കും കട്ട് ചെയ്യിക്കാവുന്നതാണ്. ഇനി വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇത്രയും നേരം പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഹെയർ ഗ്രോ ചെയ്യുക, മിഡിൽ പാർട്ട് ചെയ്യുക, അതിൻ്റെ കൂടെ ബാക്കിലെ ഹെയർ വളർത്തുക. ടിപ്പിക്കലി പിൻട്രസ്റ്റിലും അവിടെയും ഇവിടെയൊക്കെ കാണുന്ന വൂൾഫ് കട്ട് പോലെ ആക്കാനായി നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾക്ക് വെട്ടിക്കാവുന്നതാണ്. ദർ ഈസ് നോ റൂൾ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് വൂൾഫ് കട്ട് കിട്ടില്ല. 5-6 മാസമെങ്കിലും നിങ്ങൾക്ക് വൂൾഫ് കട്ടിന് വേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ കട്ടിംഗ് ഫേസ് കഴിഞ്ഞു. ഇനി വൂൾഫ് കട്ട് എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്ന് നോക്കാം. നാച്ചുറലി സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഡാമ്പ് ഹെയർ 2 സൈഡിലേക്ക് ചീകി ലെയറായി ഇട്ട ശേഷം സെന്ററിലെ കുറച്ച് മുടി ബാക്കിലേക്ക് ചീകി എയർ ഡ്രൈ ചെയ്യുക. ഒന്നും ചെയ്യാതെ ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്യാതെ ഫ്രീ ആയി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ബട്ട് നിങ്ങളുടെ ഹെയർ ഫ്ലാറ്റ് ഓർ ഹോൾഡ് ആയി ഇരിക്കുന്നില്ല എങ്കിൽ മാത്രം സീ സോൾട്ട് സ്പ്രേ അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ നാച്ചുറൽ സർഫേസ് ലുക്ക് കിട്ടാനായി ബ്ലോ ഡ്രയർ യൂസ് ചെയ്യാം. പ്രോ ടിപ്പ്: വൂൾഫ് കട്ട് സെറ്റ് ചെയ്യാനായി നിങ്ങൾക്ക് മെയിൽ ബാർബേഴ്സിന്റെ അടുത്ത് പോകുന്നതിന് പകരം വേണമെങ്കിൽ ലേഡീസ് സലൂണിൽ പോകാവുന്നതാണ്. വൈ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ആണുങ്ങളുടെ ഇടയിൽ ഒരു 3-4 വർഷങ്ങളായിട്ടാണ് ലോങ് ഹെയർ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അതിൽ ഭൂരിഭാഗം ആൾക്കാരും വൂൾഫ് കട്ട് ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. അറ്റ് ദ സെയിം ടൈം വർഷങ്ങളായി മുടി നീട്ടി വളർത്തുന്നവരാണ് വിമൻസ്. അതിൽ പല ആൾക്കാരും ഒരുപാട് വർഷങ്ങളായി വൂൾഫ് കട്ട് പുൾ ഓഫ് ചെയ്യുന്നവരുമാണ്. സോ വാട്ട് ഐ എം സേയിങ് ഈസ്, ലോങ് ഹെയർ കൈകാര്യം ചെയ്യാനും ലെയേർഡ് ആയിട്ട് ഇടാനും വൂൾഫ് കട്ട് സെറ്റ് ചെയ്യാനും ഒരു പക്ഷേ മെയിൽ ബാർബേഴ്സിനേക്കാൾ ഒന്നുകൂടെ എക്സ്പെർട്ട് ആയിട്ടുള്ളത് ഫീമെയിൽസിന്റെ മുടി വെട്ടുന്നവരായിരിക്കും. വൂൾഫ് കട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും രണ്ടും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഇതുവരെ ലോങ് ഹെയർ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത മെയിൽ ബാർബേഴ്സിന് ഒരു പക്ഷേ വൂൾഫ് കട്ട് നിങ്ങൾക്ക് വേണ്ടതുപോലെ സെറ്റ് ചെയ്തു തരാൻ പറ്റി എന്ന് വരില്ല. യു ഗെറ്റ് ദി പോയിന്റ്. ജസ്റ്റ് സജഷൻ പറഞ്ഞതാണ്, ആലോചിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും ഇനി നിങ്ങൾക്ക് എന്തിനെ പറ്റിയാണ് അറിയേണ്ടത് എന്ന കാര്യവും കമന്റ് ബോക്സിൽ അറിയിക്കുക. സീ യു നെക്സ്റ്റ് വൺ. സ്റ്റേ കണക്റ്റഡ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.